പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നമസ്കാരം. അൻസിബ ഹസൻ, സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പുലിക്കുട്ടിയാണ് എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഒരു പുലിക്കുട്ടിയാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നു. എനിക്ക് തോന്നുന്നു 6 പേരെന്തോ ഉണ്ട്. ഈ 6 സഹോദരങ്ങളെ ആ കൂടി ഒരേ ഒരു പെൺതരിയാണ് ഈ പറയുന്ന അൻസിബ ഹസൻ. പിന്നെ അവളുടെ സ്വയപ്രയത്നം കൊണ്ടും അവളുടെ ഇച്ഛാശക്തിയൊക്കെ കൊണ്ട് ആ കുടുംബത്തെ മൊത്തം നോക്കി ഇതുവരെ എത്തിച്ചത് ഈ പറയുന്ന അൻസിബ ഹസനാണ്. ഈ പറയുന്ന ദൃശ്യം എന്ന് പറയുന്ന സിനിമയോട് കൂടിയാണ് അൻസിബ ഹസൻ ഒരുവിധം രക്ഷപ്പെടുന്നതിന്റെ അറിയാലോ, ദൃശ്യത്തിന്റെ സിനിമയുടെ ആ ഒരു ഹൈപ്പ്. ഇവിടെ ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ടിനി ടോമുമായി ബന്ധപ്പെട്ടൊരു സാധനം. അമ്മയുടെ നാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരനാറിയാണ് ഈ പറയുന്ന ടിനി ടോം. ഈ ടിനി ടോം അൻസിബയ്ക്കെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമസത്യമാണ്. അതായത് ഇവളെ തീവ്രവാദി എന്ന് വിളിക്കുക എന്ന് മാത്രമല്ല, മറ്റു പല കേസുകളും ഇവളുടെ ഇവൾക്ക് രണ്ടാനച്ഛൻ ഉണ്ടെന്ന് ഇതിനകത്ത് പറയുന്നു. അതായത് നീന കുറുപ്പിന്റെ പരാതിയിൽ അവളുമായിട്ട് ഈ അൻസിബയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് വരെ ഈ പരനാറി പറഞ്ഞു നടന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവിട്ടിട്ടുണ്ട്. അതുപോലെ ഇവൻ ജാതി പരിവർത്തനം, മതപരിവർത്തനം ചെയ്തു എന്ന് പറയുന്നതിനും തെളിവുണ്ട്. അതായത് അവിടെ വരുന്ന ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഒരു മകനുണ്ടല്ലോ, ആ പുള്ളി വന്ന് പറഞ്ഞ ആ പുള്ളി അവിടെ നോമ്പ് പിടിച്ചു. ആ നോമ്പ് പിടിച്ചത് ഒരു ദിവസം ഇവരൊക്കെ നോമ്പ് പിടിക്കുന്നത് കണ്ട് ഞാനും പിടിച്ചിട്ടുണ്ട് നോമ്പ്, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം. നമ്മുടെ പിന്നീട് ഈ സമയത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അൻസിബ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതിന് ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ഇതെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമാണ്. ഇവർക്ക് പരമാറിയെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റത്തുള്ളൂ. അമ്മാതിരി എപ്പോഴും എന്നെ മമ്മൂട്ടിയാണ് കൊണ്ടുവന്നത്, ഒരു മുസ്ലിമായ മമ്മൂട്ടിയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് നായിക്ക് 40 വട്ടം പറയുന്ന മമ്മൂട്ടിയാണ്. എന്നിട്ട് മറ്റുള്ളവരുടെ ഇവനൊരു സത്യം പറഞ്ഞാൽ ഒരു മതവിദ്വേഷം ഇവനുണ്ട് എന്നുള്ളതാണ്. അതുമല്ല, മറ്റൊരു പുഴുക്കുത്തുണ്ട് ഇതിനകത്ത്. ഈ ഒരു സംഭവത്തിലേക്ക് ഇത്രയും അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഇത്രയും നാട്ടിച്ച ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരും ലക്ഷ്മിപ്രിയയാണ്. ഈ ലക്ഷ്മിപ്രിയയാണ് ഇതിനെ തുടക്കമിട്ടെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും ചന്ത വർത്താനം പറഞ്ഞുകൊണ്ട് സ്വന്തം അല്ലെങ്കിൽ ആ അമ്മയിൽ തന്നെയുള്ള ഒരു അംഗത്തിന് ഇത്രയും മൃഗീയം, ഇത്രയും നാണം കെട്ട രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് എനിക്ക് ഒരു കോപ്പുമില്ല, നീ പുഴുത്തു ചാകുപടി എന്നുള്ള രീതിയിൽ ഒരു നല്ല പലവട്ടം ഒരു ചന്ത വർത്താനം ഇതിനെ കട്ടി ഭേദമുണ്ട്. ആ രീതിയിലുള്ള തെറി വിളിച്ചുകൊണ്ട് ആദ്യം ഈ വോയിസ് പുറത്താക്കുകയും അമ്മ ഈ രീതിയിൽ നാണക്കേടിലേക്ക്, അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അമ്മ അതേ വിളിക്കാം, പിന്നെ പറയാൻ എളുപ്പം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത്. ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് ഈ പറയുന്ന ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയയും ടിനി ടോം രണ്ടും സത്യം പറഞ്ഞ യോഗ്യതയില്ലാത്തവർക്ക്, അതിനുള്ള യോഗ്യതയില്ലാത്തവർക്ക് ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ഈ സംഭവിക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന, അതായത് ആലഫി അഷ്റഫ് എന്ന് പറഞ്ഞ പുള്ളി അറിയാലോ, പുള്ളി ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളി ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ വോയിസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം. അതായത് അവർ പറയുന്നത് ആ മേത്തച്ചി അതായത് ഇവള് ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി പോയപ്പോ ആ മേത്തച്ചി അവിടെ ഇരിക്കാൻ പാടില്ല, മേത്തച്ചി ഇറക്കി വിടണം, അല്ലെങ്കിൽ മേത്തച്ചി അടിച്ചിറക്കണം. ഇവള് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവള് ലാലേട്ടനുമായിട്ട് മോഹൻലാലുമായിട്ട് അവിഹിതമാണ് എന്നു വരെ പറഞ്ഞു പരത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെറിയ കാര്യമല്ല. ഇപ്പം അൻസിബയെ എന്ത് ചെയ്യുന്നു, ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്നു. പുലിക്കുട്ടി എന്ന് ഞാൻ പറയാൻ കാരണം അൻസിബ പറഞ്ഞത്, എനിക്ക് ഈ പറയുന്ന ഇപ്പോഴുള്ള ആ അമ്മയുടെ കമ്മിറ്റി അംഗങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിന്നുകൊണ്ട് എനിക്കൊരു വിശദീകരണത്തിന്റെ അല്ലെങ്കിൽ പിന്നീട് എന്റെ ന്യായം വയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു നിഷ്പക്ഷമായ ഒരു കമ്മിറ്റി കൊണ്ടുവരട്ടെ. സത്യമല്ലേ അത്? ഇപ്പൊ എവർക്കെതിരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ആ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ശ്വേതാമേനോൻ ഉൾപ്പെടെയുള്ള അവർക്കെതിരെയായിട്ടാണ് ഇവർ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ടിനി ടോമിന് ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നുകൊണ്ട് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അൻസിബ പറഞ്ഞു, നിഷ്പക്ഷമായിട്ടുള്ള ആരെങ്കിലും ഒരു കമ്മിറ്റി അംഗം വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് എന്റെ പരാതി ചർച്ചയ്ക്ക് ഇരിക്കാൻ തയ്യാറാണ്, അല്ലാതെ ഇവരെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ആലഫി അഷ്റഫ് പറഞ്ഞ ആ ഒരു വീഡിയോയിലേക്ക്
ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ കേട്ടോ, അതായത് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു നടൻ പറഞ്ഞതാണ്. ആ മേത്തച്ചി അതിൽ, അതായത് എവിടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്നറിഞ്ഞപ്പോ അവരുടെയൊക്കെ ചിന്താഗതികൾ ഇതാ. മനസ്സിലായോ? ആ മേത്തച്ചി അവിടെ നടച്ച ടിനി ടോം ആണോ എന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവൻ തന്നെ ആയിരിക്കും. അവനായിരിക്കും വഴിയില്ല, അവൻ ആര് ബഹുമാനിക്കുന്നത്? ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ്. അപ്പൊ അൻസിബ ഈ പറഞ്ഞ ആരോപിച്ച സാധനങ്ങളൊക്കെ പക്ക കറക്റ്റാണ്. അവള് കള്ളം പറയുന്ന വ്യക്തിയല്ല, കൃത്യമായിട്ട് നടന്ന സംഭവങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ നീന ഗ്രൂപ്പിന്റെ ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ നീന ഗ്രൂപ്പിനെ ഈ പറയുന്ന ടിനി ടോം എന്ന് പറയുന്ന ലവൻ വിളിച്ച തെറികൾ, എന്റെ അമ്മ എന്ത് തെറിയുടെ അവരുടെ പരാതിയിൽ, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആ വാക്കുകൾ കണ്ടോ നിങ്ങൾ? വേണമെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. തെറിയാണെന്നേ, സ്വന്തം അമ്മയെ ചേർത്ത് ഇത്രയും വലിയ തെറി വിളിക്കണം ഈ നാറികളെ എന്തിനാണ്? യവനെയൊക്കെ സത്യം പറഞ്ഞ യവന് ഒരു നിലവാരവും ഇല്ലാതെ ഈ മമ്മൂട്ടി കുറച്ച് പടങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു നിലവാരവും കഴിവില്ല. കുറെ അഹങ്കാരം, ഞാൻ എന്തോ മറ്റവനാണ് എന്നൊരു ചിന്ത മുമ്പേ ഉണ്ട്. അതിന്റെ പുറത്തുകൂടി ഈ അമ്മയുടെ തലപ്പത്തും കൂടി കൊണ്ട് ഇരുത്തിയപ്പോൾ ഒരു സ്ഥാനം കൂടി കൊടുത്തപ്പോൾ യവൻ എന്തോ മറ്റവനാണെന്നുള്ള രീതിയിൽ അവൻ മറ്റുള്ളവരെ കാണുന്നവരൊക്കെ അവൻ പറയുന്നത് നടക്കണം, സിനിമയെ കിട്ടണം, ഇവിടെയെങ്കിലും ഭരിക്കാം. അതായത് ലാലേട്ടനും മമ്മൂട്ടി ഒക്കെ ഉള്ള ആ ഒരു വലിയ സംഘടനയുടെ മേധാവിത്വത്തിലേക്ക് അതിലൊരു സ്ഥാനത്തിലേക്ക് ഞാൻ വരുമ്പോഴുണ്ടാകുന്ന ഒരു അഹങ്കാരം മറ്റാരും ഇനി ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ആ നീന കുറുപ്പിന്റെ അമ്മയെ വിളിച്ച തെറിയുണ്ടോ അതിനകത്ത്? അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ ഇവിടെയാണ് എനിക്ക് പിടികിട്ടാത്തത്. അതായത് ഇവിടെ ആ പരാതിയിൽ പറയുന്നുണ്ട് ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരായിട്ട് മത തീവ്രവാദം, ജാതി മത പരിവർത്തനം അങ്ങനെ രീതിയിൽ ആക്ഷേപിച്ചു. ആ എക്സിക്യൂട്ടീവിനെ രണ്ടാം അച്ഛനുമായിട്ട് എന്താണ് അരുതാത്ത ബന്ധം, അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് വരെ ഈ പരനാറി പറഞ്ഞു എന്നാ പറയുന്നത്. ഇവനിനി പരനാറി എന്നല്ലാത്ത വേറെ എന്താ, ഈ നാറി പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അൻസിബയുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. മേ ബി കൊച്ചിലേക്ക് കളഞ്ഞിട്ട് പോയതല്ലേ, ചിലപ്പം ഏതെങ്കിലും ലിവിങ് ടുഗദർ ആരെങ്കിലും കാണുമായിരിക്കാം. അവരുമായിട്ട് ഈ അൻസിബയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഈ നാട് പറഞ്ഞു എന്നാ പറയുന്നത്. അതുമല്ല ഈ പറയുന്ന നീന കുറുപ്പിനെ ആ ഇത്രയും പായും പൂവും മായും ചേർത്ത് വിളിച്ചതൊക്കെ കേട്ട അംഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരുത്തിയുണ്ടല്ലോ പ്രിയങ്ക,
ആണന്റെ പേര് പറഞ്ഞ ആണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വാള് കൊടുത്തു തുടങ്ങുന്ന ഒരു വിവരമില്ലാത്ത വ്യക്തി. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, എന്തിനും ഏതിനും കയറി സപ്പോർട്ട് ചെയ്യരുത്, മനസ്സിലായോ എന്നുള്ളതാണ്. അപ്പോ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇതിനകത്ത് ലക്ഷ്മിപ്രിയ, ഈ പറയുന്ന ടിനി ടോം, ഈ രണ്ടെണ്ണമാണ് അർഹിക്കാതെ കിട്ടിയ അംഗീകാരങ്ങളാണ്. ഈ രണ്ടെണ്ണമാണ് ഈ അമ്മ അല്ലെ AMMA എന്ന് പറയുന്ന സംഘടനയെ ഇത്രയും നാറ്റിച്ചത് ഈ രണ്ട് വ്യക്തികളാണെന്ന് ഞാൻ പറയും. ഇപ്പൊ അൻസിബ എന്തുകൊണ്ട് വന്ന് ഈ മീഡിയയിൽ വന്ന് പറഞ്ഞു? കാരണം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പറയാൻ കേൾക്കണമെങ്കിൽ ആരെയാണോ? ശ്വേത പറയാം ഞാൻ പ്രസിഡന്റ് ആണ്, പക്ഷെ ഞാൻ ഒന്നും അറിയില്ലെന്ന്. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കഴിവില്ലായ്മയാണ്. ഒരു പ്രസിഡന്റ് സ്ഥാനം, ഒരു ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ട് ഇവിടെ നടക്കണ ഒന്നും ഒരു തേങ്ങയും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ കേട്ട് വളരെ സങ്കടത്തോടു കൂടി അൻസിബയുടെ ഒരു കരഞ്ഞുകൊണ്ട് അൻസിബയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് വയ്ക്കാം. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് സത്യം പറഞ്ഞ സങ്കടത്തോടെയാണ് പറയുന്നത്. വളരെ സങ്കടത്തോടെ. അതായത് എന്നും ഈ പറയുന്ന കുറ്റം ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ ഈ പറയുന്ന AMMA എന്ന് പറയുന്ന സംഘടന, അമ്മ എന്ന് പറയുന്ന സംഘടന. മനസ്സിലായോ? ഈ പറഞ്ഞ നമ്മുടെ ദിലീപിന്റെ നടിയെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ ആണല്ലോ അവരെ കൂടത്താണ് നിൽക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഈ പറയുന്ന പ്രസിഡന്റ് വന്ന് പറഞ്ഞെന്താണ്? തുടക്കം തന്നെ പിന്നീട് ഈ നടിയെയും ഇതിൽ നിന്ന് പിരിഞ്ഞു പോയവരെയൊക്കെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം അടുത്ത ആഴ്ചന് പറയുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇവരെ ഭരിക്കുന്നത് ഒരു പരിധി വരെ ഇവരൊന്നുമല്ല, പെണ്ണെന്നുള്ള പേരേ ഉള്ളൂ. ഭരിക്കുന്നത് മറ്റു പലരുമാണ് എന്നുള്ളതാണ്. ഇവരെ റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവത്തിൽ 100% ഞാൻ അൻസിബയുടെ കൂടെയാണ്. അൻസിബ പറയുന്നത് കള്ളമല്ലാതെ എനിക്ക് ബോധ്യമാകുന്നുണ്ട്. ഈ പറയുന്ന ടിനി ടോമും ഈ പറയുന്ന ലക്ഷ്മിപ്രിയ, ഈ രണ്ടുപേരാണ് ഏറ്റവും വലിയ പുഴുക്കുത്തുകളായിട്ട് അവിടെ നിൽക്കുന്നത്. ഈ രണ്ടുപേർക്കും അർഹതയില്ലാത്ത അംഗീകാരം നിങ്ങൾ കൊടുത്തപ്പോൾ ഉണ്ടായ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. മനസ്സിലായോ? ഇത്രയും ഒരു തേർഡ് റേറ്റ് സംഘടനയായിട്ട് മാറ്റിയതിന്റെ പ്രധാന കാരണം ഞാൻ പറയും ഈ ലക്ഷ്മിപ്രിയയുടെ ഒരൊറ്റ വോയിസ് എന്തോ ആയിക്കട്ടെ, ആ ഒരു വോയിസിൽ തന്നെയായിട്ട് ഇത് ഇത്രയും നാണം കെട്ട നാറിയ സംഘടനയാണോ എന്ന് മനുഷ്യർ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പായിരുന്നു. അത്രയ്ക്ക് വെറുപ്പ് തോന്നുന്ന, അറപ്പ് തോന്നുന്ന വോയിസ് ക്ലിപ്പായിരുന്നു. അതുകൊണ്ട് ഈ രണ്ടുപേരും ലാലേട്ടൻ അടക്കമുള്ള അമ്മയിലെ അംഗങ്ങൾ വന്ന് ഈ രണ്ടെണ്ണത്തിനും ആജീവനാന്തം വിലക്ക് നൽകണമെന്നേ, ഇറങ്ങിപ്പോ എന്നുള്ള വിലക്ക് നൽകണം. അതുപോലെ ഈ കണക്ക് വിവരങ്ങൾ 75 ലക്ഷം രൂപ ആ ക്ഷേത്രത്തിൽ നിന്ന് എന്തിനു വാങ്ങിച്ചു, അതൊക്കെ ഇവിടെ അവതരിപ്പിക്കും. 2 കൊല്ലം കൊണ്ട് ഇതിന്റെ ഓഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അത് വെക്കണം. അത് വെച്ച് ഈ ആരൊക്കെ ഇതിനകത്ത് നിന്നൊക്കെ പൈസ മുക്കിയിട്ടുണ്ട്, ആരൊക്കെ കൈയിട്ട് വാരിയിട്ടുണ്ട്, അവരെയൊക്കെ ആജീവനാന്തം വിലക്ക് നൽകി പറഞ്ഞു വിടണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ അമ്മ ഒരിക്കലും നിർത്തിപ്പോകണം, പിന്നീട് കൂട്ടണമെന്നൊന്നും നമ്മൾ പറയില്ല. കാരണം അവിടെയൊക്കെ അവശ്യ കലാകാരന്മാർക്ക് ഒരുവിധം പെൻഷൻ ഉൾപ്പെടെ കൈതീട്ടം ഉൾപ്പെടെയുള്ള പൈസകൾ കൊടുക്കുന്ന നല്ലൊരു സംഘടനയാണ്. അവർക്ക് കുറച്ച് ഉപകാരങ്ങളുണ്ട്.
അതിന്റെ ഇടയിൽ കൂടി കൈയിട്ട് വാരലും ഇതുപോലുള്ള അഹങ്കാരങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങളുടെ ഒപ്പം മസ്റ്റേ കമന്റ് നമുക്ക് കൊടുക്കണം.